എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഒരു തറവാട്, അപ്പം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം കണ്ടു. അവിടെ ഒരു വീട് വെക്കാനായിട്ട് പ്ലാൻ ഇടുകയാണ്. അപ്പം ഓൾറെഡി നമുക്കിവിടെ ഒരു കിണറുണ്ട്, പുതിയൊരു വീട് വെക്കുന്നു. നമുക്കപ്പം 2 കിണറിൻ്റെ ആവശ്യമുണ്ടോ? പല ഭാഗങ്ങളിലും വാസ്തുവിലൂടെ വലിയ വില കൊടുക്കേണ്ടുന്ന ചോദ്യമാണ് ഇപ്പം നിത്യ ചോദിച്ചത്. അതിമനോഹരമായ വാസ്തു, നല്ല രീതിയിലുള്ള ജീവിതങ്ങൾ, അവരെങ്ങനെ നല്ല രീതിയിൽ തറവാട് ഡെവലപ്പായി വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഇതൊരു പഴയ വീടല്ലേ, നമുക്കൊരു പുതിയൊരു വീട് പുതുക്കി പണിയാം എന്ന് വെച്ച് അവർ ഫ്രണ്ടിലോട്ട് വയ്ക്കുന്ന വീട്. ചിലപ്പം അതൊരു ഏത് ദിശ കൂടെ ഇതിനകത്ത് മുഖ്യമാണ്. ഒരു പക്ഷേ അത് വാസ്തു വീടാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ കിണറുണ്ടായിരിക്കും, തീർച്ചയായും അവർ സമ്പന്നരായിരിക്കും, അല്ലെങ്കിൽ കാശ് ധനപരമായ വളർച്ച ഉണ്ടായ വീടായിരിക്കാം. ആ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു പുതിയൊരു വീട് കെട്ടാൻ അവർ ഉദ്ദേശിക്കുന്നു. ഒരുപക്ഷെ സ്വീകരിച്ച ദിക്ക് കിഴക്കാണ്. അപ്പം ഇവരുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് കുറച്ചുകൂടെ സ്ഥലം ഉണ്ടെന്ന് വെക്കുക. അപ്പം ഒരു വീട് ഫ്രണ്ടിലോട്ട് അവർ എന്ത് ചെയ്യുന്നു, വീട് കെട്ടും. എൻ്റെ അനുഭവത്തിലുണ്ട് അതുകൊണ്ട്. അപ്പോൾ അവരെ വീട് കെട്ടുമ്പോൾ ഒരു കിണറാണ് അവിടെ ആൾറെഡി ഉള്ളത്. ഈ കിണറിൻ്റെ മുന്നിലോട്ടായിപ്പോയി ആ വീട്. അപ്പം ആ വീടിൻ്റെ വായുവത്തിലായി ഈ കിണർ. മനസ്സിലായില്ലേ? അവർ ശ്രദ്ധിക്കുന്നില്ല, കാരണം അത് രാശി കിണറാണ്, തറവാട് കിണറാണ്. അപ്പം പുതുതായിട്ട് ആരും ഒരു കിണർ വയ്ക്കാൻ വിചാരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കിഴക്ക് ഭാഗത്തിൻ്റെ മുമ്പിൽ വരുന്ന ഒരു വീട്, ആ വീടിൻ്റെ പിന്നിലായിട്ട് ഈ വീട് മാറുകയും ഈ കിണർ മാറുകയും ഈ കിണർ ആ വീടിൻ്റെ വായുവീയ മൂലയിൽ വരുന്ന കിണറായി മാറും. പക്ഷെ വീട് വാസ്തുവാണ്. ഇവരറിയാതെ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് 2ാം തലമുറ നശിക്കുന്നു എന്നുള്ളൊരു സംവിധാനം വരുന്നത്. പല വീടുകളിലും ചോദ്യചിഹ്നമായത് കിണറാണ്. അപ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്വന്തം വീടാണെങ്കിൽ പോലും കിണറിന് മുന്നേ ഒരു വീട് വരുമ്പോൾ അത് വായുവി കിണറാവുന്നു. ഇതിപ്പോൾ തെക്ക് ഭാഗത്താണെങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും വടക്ക് ഭാഗത്താണെങ്കിലും ഇത്തരം രീതികൾ നിങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കിണറിനെയോ മറ്റ് താഴ്വാരങ്ങളെ സൂക്ഷിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാവൂ. ഇവിടെ എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ തറവാടിൻ്റെ കിണറിനെ പുതിയ വീടുമായി നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് ബൗണ്ടറി കെട്ടി 2 പ്രോപ്പർട്ടി ആക്കുക. ഞാൻ പറഞ്ഞത് ബൗണ്ടറി കെട്ടി വാസ്തുദോഷം പരിഹരിക്കുന്ന പ്രശ്നമല്ല. ഇവിടെ പല ആൾക്കാരും ഇവർ തന്നെ ഒരു കിണർ സ്ഥാനം കാണും. സാധാരണ കേരളത്തിൽ നടക്കുന്നതാണ്. ഒരുപാട് ഭാഗങ്ങളിൽ ഈ കോമഡി ഉണ്ട്. ഒരു വിദഗ്ധൻ അദ്ദേഹം തന്നെ ഒരു കിണറിന് സ്ഥാനം കാണിച്ചു കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ കിണറിലൂടെ ആ വീട്ടിലുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച് കിണറാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇദ്ദേഹം തന്നെ വന്ന് അതിന് പരിഹാരം ചെയ്ത് ഒരു മതിലും കെട്ടിക്കൊടുക്കും. ഏതാ, കിണർ കുഴിച്ച ആൾ തന്നെ സ്വന്തം കിണറിന് വാസ്തുദോഷ പരിഹാരം എന്ന രീതിയിൽ മതിൽ കെട്ടാൻ ആജ്ഞാപിച്ചു പോവുകയും ചെയ്യും. ഇത് തെറ്റാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ സ്ഥലം മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തൂടെ? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീടിന് മുന്നിൽ നമ്മളൊരു വേറൊരു വീട് കെട്ടുമ്പോൾ ഈ കിണർ ആ വീടിന് തീർച്ചയായും ബാധിക്കപ്പെടുന്നു. ഇത് ഉണ്ടാകാതിരിക്കാനാണ് എപ്പോൾ വലിയ ഭാഗങ്ങളിൽ നിങ്ങൾ വീട് കെട്ടുമ്പോഴും അതിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങളൊരു കിണറിന് സ്ഥാനം ഉറപ്പിക്കുക. പിന്നെ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് വീട് വന്നാലും നോർത്ത് ഈസ്റ്റിൽ കിണറായി ആ വീട് വാസ്തു ബലപ്പെടും. അപ്പോൾ നിർഭാഗ്യവശാൽ ഇങ്ങനെ 2 വീട് വരുമ്പോൾ അതിനെ 2 പ്രോപ്പർട്ടി ആക്കി നടുക്ക് ഒരു ശക്തമായൊരു മതിൽ നിങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക. കിണർ വരുമ്പോൾ സ്നേഹമതിലിനേക്കാൾ കൂടുതൽ ഇരട്ട മതിലാണ് പ്രായോഗികം ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ. കിണർ വരുമ്പോൾ നോർമൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി 2 പ്രോപ്പർട്ടി ആവുകയാണെങ്കിൽ സിംഗിൾ മതിൽ, ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഇരട്ട മതിലാണ് പ്രായോഗികം. ഇരട്ട മതിൽ ഇത് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് തെരു താക്കം, തെരു പാർവ എന്ന് പറഞ്ഞ 2 പോർഷൻ ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായി ഒരു വഴി വന്ന് മുട്ടി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നുവെങ്കിൽ അത് നീച്ച ഭാഗത്താണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഇരട്ട മതിലിൻ്റെ ഒരു സംവിധാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലൊരു സംവിധാനം തന്നെയാണ് ഇതും. ഇവിടെ നമ്മുടെ കിണറും മുന്നിലുള്ളൊരു വീടുമായി വരുമ്പോൾ ഈ കിണർ ഉപയോഗിക്കേണ്ട നിർബന്ധിത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും നല്ല മാർഗം ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊരു പുതിയൊരു കിണറോ ബോറോ സ്ഥാപിക്കുക. നിവൃത്തിയില്ലായ്മ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇരട്ട മതിലല്ലാതെ മറ്റൊരു പരിഹാരം അതിനില്ല. സ്നേഹം മതിൽ പോലും അവിടെ പാടില്ല. മനസ്സിലായില്ലേ? സാർ, ഇപ്പം ഒരു വീട് വെച്ചു, അതിൽ നീചഭാഗത്താണ് ഒരു വാതിൽ വന്നത്. നമുക്കതിന് പരിഹാരമായിട്ട് അതിന് ഉച്ചഭാഗത്തൊരു വാതിൽ വന്നാൽ ശരിയാകുമോ? പലരുടെയും ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഈ കുറച്ചു മുമ്പ് പറഞ്ഞ ഇരട്ട മതിൽ പോലെ ഇരട്ട വാതിലാവും. ഒരു ദിക്കിന് തിരഞ്ഞെടുക്കുന്ന ദിക്ക് വടക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ദിക്കിൽ 2 വാതിൽ അരുത്. തിരഞ്ഞെടുക്കുന്ന ദിക്ക് കിഴക്കാണെങ്കിൽ ആ ദിക്കിന് 2 വാതിൽ അരുത്. തിരഞ്ഞെടുക്കുന്ന ദിക്ക് തെക്കോ പടിഞ്ഞാറോ ഏത് ദിക്കായിരുന്നാലും ഒരു ദിക്ക് മുഖമായി നിൽക്കുമ്പോൾ 2 വാതിൽ അരുത് അരുത് അരുത്. അത് ഇരട്ട വാതിലായി പോകും. അപ്പോൾ ഒരു നീചവാതിലും ഉച്ചവാതിലും വരുന്നു. ഇപ്പോൾ നിർഭാഗ്യവശാൽ നമുക്കൊരു നീചഭാഗത്തൊരു വാതിൽ വന്നു,
വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തുടർന്നാൽ പോലും നിങ്ങൾക്ക് അത്രയും അനുഭവിച്ചാൽ മതി. പക്ഷേ ഇരട്ട വാതിൽ വയ്ക്കുന്ന എല്ലാവരും അതിന് അനുയോജ്യമായ വില കൊടുക്കേണ്ടി വരും. ഞാൻ മറ്റൊരു വ്ളോഗിൽ ഇരട്ട വാതിൽ 4 ദിക്കിലുള്ള ഇരട്ട വാതിലിനെ കുറിച്ച് വളരെ വിശാലമായി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വ്ളോഗുകളിൽ ഇരട്ട വാതിലിന് ഉള്ള ഫലാഫലങ്ങൾ ഏറ്റവും അടുത്ത രീതിയിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു ഫലാഫലങ്ങളെ കുറിച്ച് പറയാം. കാരണം ഒരു സിംഗിൾ വ്ളോഗായിട്ട് എടുത്താലേ പറ്റുള്ളൂ. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇരട്ട വാതിൽ ഒരു കാരണവശാലായത്, അതിനേക്കാൾ ഏറ്റവും നല്ലത് നീചവാതിൽ തന്നെയാണ്. പക്ഷേ ഇരട്ട വാതിൽ വന്നാൽ അതിനേക്കാൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു ദിക്കിൽ ഇരട്ട വാതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പരിഹാരമായി വലിയൊരു വില ആ വീട് കൊടുത്തു കഴിയും. അവരുടെ ഇരട്ട വാതിൽ ഒരിക്കലായിരുന്നു. നമുക്ക് നീചവാതിൽ ക്ലോസ് ചെയ്ത് ഉച്ചഭാഗത്തിലൊരു വാതിൽ കൊണ്ടുവരാം. ഈവൻ അതൊരു ബെഡ്റൂം ആണെങ്കിൽ പോലും ശരി, നിങ്ങൾക്ക് അതിനെ ക്ലോസ് ചെയ്ത് അതിനെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ആക്കിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ലിവിങ് ആക്കിയോ അതുവഴി നിങ്ങൾക്ക് വാതിൽ അകത്ത് കൊണ്ടുവരാം. വാസ്തു ഉദ്ദേശിക്കുന്ന രീതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വിശ്വസിക്കാത്തവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് വാസ്തു വിശ്വസിക്കുന്നവർക്കാണ്. കാരണം അതിനുള്ള അവകാശം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഒരു വ്യക്തിക്ക് എൻ്റെ വാക്കുകൾ വേദനിപ്പിക്കുന്നുവെങ്കിൽ വളരെ നിസ്സാരം, അവരത് കാണാതിരിക്കുക. മറ്റുള്ളവർക്ക് അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുതേ എന്നുള്ളൊരു വാദവും ചില ഭാഗങ്ങളിൽ ഊരിത്തിരിഞ്ഞ് എനിക്കെതിരെ വരുന്നുണ്ട്. ഞാൻ ആർക്കും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നു, അത് സത്യമാണെന്ന് മനസ്സിലാകുന്നവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ പ്രകാരം നിങ്ങൾ നടന്നാൽ മതി. കാരണം വിശ്വാസ രീതികളിലായിരുന്നാലും ശരി, ഒരുപാട് എനിക്ക് എൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾ അതിനെ എതിർത്ത് മറ്റൊരു വിശ്വാസം പ്രചരിപ്പിക്കപ്പെടുന്നുവെങ്കിൽ പോലും ഞാനതിൽ ആകുലനാവാറില്ല. കാരണം അത് അവർക്ക് ആവശ്യമുള്ള പലരോടും ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് വാസ്തുവിൽ ഞാൻ ഉണർന്ന ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. കാരണം നിങ്ങൾ എന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ കുറിച്ച് മാത്രമേ അറിയാവൂ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന, ഇന്ത്യക്ക് അകത്തും പുറത്തുമായി പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഓരോ കുടുംബങ്ങളോ ഞാൻ ഓരോ ദിവസവും കാണുന്നത്. അപ്പോൾ അവരുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ഉയർച്ചയില്ലാതാക്കിയത് ഈ വാസ്തുവാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാർഡായിട്ട് സംസാരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നത് ഞാൻ വരുമാന മാർഗമായിട്ട് ഒരിക്കലും ഞാനിതിനെ അധികം എടുക്കാറില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്ലാസ് മാത്രം ചെയ്താൽ പോരെ, ഞാനിങ്ങനെ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആ തിരുവനന്തപുരം ഭാഗത്ത് മാത്രം എനിക്ക് വർക്ക് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ പോയി വൈകിട്ട് വീട്ടിൽ വന്നാൽ പോരെ? ചോദിക്കുന്ന കാശ് തരാൻ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. കാരണം എന്തുകൊണ്ട് ഇതിനെ കർശനമായി ഞാൻ വാസ്തുവിനെ വളരെ കൃത്യമായി സംസാരിക്കാൻ എനിക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാണുന്ന വീട്ടിൽ അവരുടെ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയതും അവിടുത്തെ അപകടങ്ങൾ, അവരുടെ ദുർമരണങ്ങൾ, അകാരണമായി അവർ ബാധിക്കപ്പെടുന്ന സംഭവങ്ങൾ, ഇതെല്ലാം വാസ്തുവിലൂടെ ആണെന്ന് ഉണർന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കർശനമായി സംസാരിക്കുന്നത്. പിന്നെ മറ്റാരെങ്കിലും എൻ്റെ വാക്കുകൾ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമയാണ് ചോദിക്കുന്നത്. ഇത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും എൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സ്വീകരിക്കുക. സാർ, അതൊരു കൗതുകമാണ്. ഞാനും ആദ്യമായിട്ട് ഇങ്ങനെ കേട്ടപ്പം നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കൊക്കെ മൂടുമ്പം പാലൊഴിച്ചും പുതിയ മണ്ണൊക്കെ ഒഴിച്ചും ഒക്കെ മൂടുന്ന ഒരു ഇതുണ്ട്. അത് സത്യത്തിൽ എന്താണ് വാസ്തവം? എന്താണ്? ശരിക്കും പറഞ്ഞ നിത്യ ആദ്യമായിട്ട് കേട്ടായിരിക്കാം. അതെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്ത് പറയാനാ ഇതിനൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ഇവർ ആരും ചോദ്യം ചെയ്യും. ഇതിനെതിരെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഒരു ഭൂമിയിൽ ഒരു സെപ്റ്റിക് ടാങ്ക് തെറ്റായിട്ടുള്ള ഭാഗത്ത് വന്ന് കണ്ടുപിടിക്കുന്നു. അപ്പം അതിനെ മൂടാൻ അടുത്ത ആചാരങ്ങളാണ്. അതിൽ പാലൊഴിക്കുക, പുതിയ മണ്ണിട്ട് മൂടുക എന്നുള്ളത് വളരെ ബലിഷ്ടമായിട്ട് കേരളത്തിൽ സഞ്ചരിക്കുകയാണ്. ആ പാല് നിങ്ങളൊന്ന് ചായ ഇട്ട് കുടിക്കുകയോ ഒരു കോഫി ഇട്ട് കുടിക്കുകയോ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും ആ പാല് ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിലെങ്കിലും എന്തെങ്കിലും ഒരു പുണ്യം കിട്ടും. ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ പാലൊഴിച്ച് പുതിയ മണ്ണിട്ട് മൂടുക എന്നുള്ളത് വളരെ അനാവശ്യമാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വിശ്വാസ രീതിയിൽ ചെയ്യാം. പക്ഷെ അതിൽ ഒരു ഗുണവും ഇല്ല, ഒരു ദോഷവും ഇല്ല. നിങ്ങൾക്കൊരു കുഴി മൂടാം, ആൾറെഡി അത് മാലിന്യമാണ്. നിങ്ങൾ അതിൽ മാലിന്യ മണ്ണിട്ടാലും കുഴപ്പമില്ലെന്നേ. ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലുള്ള സെപ്റ്റിക് ടാങ്ക് മൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കട്ടകളിട്ട് മൂടരുത്. അങ്ങനെ മൂടുമ്പോൾ അവിടെ എയർ ഹോൾ ഉണ്ടോ, പഴയ കുഴി തിരിച്ച് നിലനിൽക്കും. ഒരു മഴ വന്നു കഴിഞ്ഞാലോ ഭൂമിയിൽ ഇച്ചിരി ഈർപ്പം വരുമ്പോൾ ഈ മണ്ണൊലിച്ച് അവിടെ ഒരു ബബിൾസ് രൂപപ്പെട്ട് നിൽക്കുന്നത് വാസ്തുവിൽ തെറ്റാണ്. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഭൂമി 50% അബോ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് അത്തരം കുഴികളിൽ ഉണ്ടാകുന്ന പ്രാണികളോ ജീവികളോ അതിൽ നിന്നും എയർ ഹോൾ വഴി ഉണ്ടാകുന്ന വൈബ്രേഷനോ ഒക്കെ എല്ലാം വളരെ ചെറിയ രീതിയിലാണെങ്കിലും വാസ്തു രീതിയിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് കുഴി മൂടുന്നു എന്നുള്ളത് കൺഫേം ചെയ്യുക. ചിലപ്പം കട്ട മണ്ണായിരിക്കാം, അതൊന്ന് ഇടിച്ചിടുക. ചിലപ്പോൾ കല്ലുകളായിരിക്കാം, വീട് കെട്ടിയതിൻ്റെ റബ്ബീസായിരിക്കാം. ഇടിച്ച് മണ്ണോട് മണ്ണാക്കി മൂടുക എന്നുള്ളതല്ല. അത് പുതിയ മണ്ണിടുക, ഒഴിക്കുക, ഇതൊക്കെ എല്ലാം അന്ധവിശ്വാസം. അന്ധമായി വിശ്വസിക്കുന്നതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്.
വിശ്വാസങ്ങളാരും അന്ധവിശ്വാസം എന്ന് പറയാറില്ല. ഏതൊരു വിശ്വാസത്തിനെയും അന്ധമായി വിശ്വസിക്കുന്നതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അതിന് സയൻസ് ആണെങ്കിലും ശരി, ആ സയൻസിനെയും അന്ധമായി വിശ്വസിക്കുന്നതിനെ അന്ധവിശ്വാസം തന്നെയാണെന്ന് പറയേണ്ടത്. വിശ്വാസത്തിൽ എടുക്കുന്നത് സയൻസിൽ തന്നെ എന്തോരം കാര്യങ്ങളുണ്ടെന്നറിയോ? മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു മരുന്ന് ഉപയോഗിക്കുന്നു, ഈ മരുന്ന് എന്നെ സുഖമാക്കും എന്ന് വിശ്വസിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ് പറഞ്ഞാൽ പോലും കേൾക്കാതെ. പല മരുന്നുകളിലും അങ്ങനെ ചില ആൾക്കാരുടെ അഡിറ്റേഷൻ എന്ന് പറയും, അനുഭവ രീതിയിൽ ഒത്തിരി ഉണ്ട്. അതേപോലെ ഈ ഒരു കുഴി മൂടുക എന്നുള്ളതായിരിക്കണം നിങ്ങൾക്ക്, അല്ലാതെ അതിനകത്ത് പാലോ പുതിയ മണ്ണോ ഉപയോഗിച്ച് നിങ്ങൾ കാശ് കളയരുത്. കൺഫേം ചെയ്യുക, മൂടി എന്നുള്ളത് കൺഫേം ചെയ്യുക. മേലിൽ ഉറയിട്ട് മൂടരുത്, അപ്പം കുഴി അവിടെ തന്നെ ഉണ്ടാവും. കുഴി മൂടി കൺഫേം ചെയ്യുക. മനസ്സിലായില്ലേ? ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് ചർച്ചകൾ നമ്മുടെ വ്ളോഗിനകത്തുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് കേൾക്കുക, ഇതുപോലുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിക്കുക. നമ്മൾ അതിനുള്ള മറുപടിയൊക്കെ വീഡിയോയിലൂടെ നമ്മൾ തരുന്നതാണ്. അപ്പം മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം.